ചില പ്രതികൂലങ്ങൾ ജീവിതത്തിൽ വന്നപ്പോൾ, ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നപ്പോൾ എന്റെ ജീവിതത്തിൽ നിന്ന് എന്റെ യേശുവിനെ നഷ്ടപ്പെട്ടു പോകുവാനിടയായി എന്ന് പറയുന്നവരോട്, ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന്റെ ധന്യമുള്ള തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ ചിന്തയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി യിരെമ്യാവിന്റെ പുസ്തകം 23-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. കരയുന്ന പ്രവാചകൻ എന്ന് അറിയപ്പെടുന്ന യിരെമ്യാവിന്റെ പുസ്തകം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: എന്റെ മേച്ചിൽപ്പുറത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടമെന്ന യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് തന്റെ ജനത്തെ മേയ്ക്കുന്ന ഇടയന്മാരെ കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങൾ എന്റെ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കാതെ അവയെ ചിതറിച്ച് ഓടിച്ചു കളഞ്ഞിരിക്കുന്നു. ഇതാ ഞാൻ നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. ഈ കാലയളവിൽ നമുക്ക് കാണുവാൻ കഴിയും, ആടുകളെ തെറ്റിച്ചു കളയുന്ന ഇടയന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ വിശ്വസ്തയോടെ ആടുകളെ മേയ്ക്കുന്ന, ആടുകളെ സൂക്ഷിക്കുന്ന, സംരക്ഷിക്കുന്ന ഇടയന്മാരെ, നടത്തുന്ന ഇടയന്മാരെ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയാകും. യഹൂദയിലെ ജനത്തെ തന്റെ നായകന്മാർ നശിപ്പിച്ചു കളയുവാൻ നോക്കുന്നു. തന്നെ ഏൽപ്പിച്ച ഇടയന്മാർ തങ്ങളെ നശിപ്പിച്ചു കളയുവാൻ നോക്കുന്നു. ആടുകളെ ചിതറിക്കുന്ന, ആടുകളെ നശിപ്പിക്കുന്ന, ആടുകളെ സൂക്ഷിക്കാതെ ചിതറിക്കുന്ന ദുഷ്ട ഇടയന്മാരെ കുറിച്ചാകുന്നു യഹോവയായ ദൈവം ഇത് നമ്മോട് സംസാരിക്കുന്നത്. ഈ കാലയളവിൽ സ്തോത്രം, കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിന്റെ 3-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: എന്റെ ആട്ടിൻകൂട്ടത്തിൽ ശേഷിക്കുന്നവയെ ഞാൻ അവയെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ദേശങ്ങളിൽ നിന്നും ശേഖരിച്ച് അവയുടെ പുൽപ്പുറങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുവരും, അവ വർദ്ധിച്ച് പെരുകും. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ഉള്ള ഒരു പ്രവചനമായിരുന്നു ചിതറിപ്പോയ ഇസ്രായേൽ ജനത്തെ വീണ്ടും മടക്കി തന്റെ സ്വദേശത്തിലേക്ക് കൊണ്ടുവരുമെന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവചനത്തിന്റെ നിവർത്തി ഈ കാലയളവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ദേശങ്ങളിലേക്ക് ചിതറിപ്പോയ ഇസ്രായേൽ ജനം മടങ്ങി തങ്ങളുടെ സ്വദേശമായ ഇസ്രായേലിലേക്ക് മടങ്ങി വരുന്ന ഒരു കാഴ്ച ഈ കാലയളവിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയാകും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, പുൽപ്പുറങ്ങൾ നഷ്ടപ്പെട്ട, പച്ചപ്പ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരു കൂട്ടം ജനത്തെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പറയുകയാ, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ പുൽപ്പുറങ്ങളിൽ, കഴിഞ്ഞ നാളുകൾ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പച്ചപ്പിന്റെ അവസ്ഥകൾ, അത് ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും നഷ്ടപ്പെട്ടു പോയ ചിലത് ദൈവം മടക്കി കൊണ്ടുവരും. അതിനെ ഞാൻ ശേഖരിച്ച് തിരികെ കൊണ്ടുവരും. പ്രൈസ് ഗോഡ്. എവിടെ നഷ്ടപ്പെട്ടോ അവിടെ നിന്ന് ദൈവം മടക്കി നിങ്ങൾക്ക് തിരികെ നൽകുവാൻ തക്കവണ്ണം ഇടയാകും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായ ചിലത് നഷ്ടപ്പെട്ടു പോയോ? ഭൗതികമായ നന്മകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, കഴിഞ്ഞ നാളുകൾ എന്റെ ജീവിതത്തിൽ നന്മകൾ അനുഭവിക്കുവാൻ കഴിഞ്ഞു, എന്നാൽ അതെല്ലാം എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാ, നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത് എന്തോ അത് ആത്മീയ ജീവിതത്തിലാകട്ടെ ഭൗതിക ജീവിതത്തിലാകട്ടെ അത് മടക്കി നൽകുവാൻ പച്ചപ്പിന്റെ അവസ്ഥയിൽ ആ പുൽപ്പുറത്തിലേക്ക് വീണ്ടും മടക്കി കൊണ്ടുവരുവാൻ ദൈവത്തിന് സർവശക്തനായ ദൈവത്തിന് സാധിക്കുമെന്ന് ഇന്ന് പകൽക്കാലം നാം വിശ്വസിക്കുവാനിടയാകട്ടെ. ഞാൻ മടക്കി കൊണ്ടുവരും മാത്രമല്ല, ഞാൻ അതിനെ വർദ്ധിപ്പിക്കും. നിങ്ങൾക്കുണ്ടായിരുന്ന എന്തോ അതിനെ ദൈവം തിരികെ തരുമ്പോൾ അത് വർദ്ധിപ്പിച്ച്
തിരികെ തരുവാൻ തക്കവണ്ണം ഇടയാകും. കഴിഞ്ഞ നാളുകൾ നഷ്ടപ്പെട്ടു പോയ എന്റെ പ്രാർത്ഥനാ ജീവിതം, കഴിഞ്ഞ നാളുകൾ നഷ്ടപ്പെട്ടു പോയ എന്റെ ആരാധന, അതിലേക്കൊന്ന് മടങ്ങി വരുവാൻ ഇടയാകുമോ? എവിടെയോ എന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയി. ഒരു കാലയളവിൽ ഞാൻ ദൈവത്തെ ആരാധിച്ചു വന്നിരുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തി വന്നിരുന്നു, സത്യത്തിലും ആത്മാവിലും ഞാൻ എന്റെ ദൈവത്തെ ആരാധിച്ചിരുന്നു. എന്നാൽ ചില പ്രതികൂലങ്ങൾ ജീവിതത്തിൽ വന്നപ്പോൾ, ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നപ്പോൾ എന്റെ ജീവിതത്തിൽ നിന്ന് എന്റെ യേശുവിനെ നഷ്ടപ്പെട്ടു പോകുവാനിടയായി എന്ന് പറയുന്നവരോട്, നിങ്ങൾ മടങ്ങി വരുവാനിടയായാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ദൈവം നഷ്ടപ്പെട്ടു പോയോ അതെല്ലാം ദൈവം മടക്കി നൽകുവാനിടയാകും. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. യേശു ഇങ്ങനെ പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നെ ദൈവം നമ്മെ അറിയുന്നു. യേശു പറയുക, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ തന്റെ ആടുകളെ അറിയുന്നു. നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ അറിയുന്ന ഒരു കർത്താവുണ്ട്. നമുക്ക് വേണ്ടി നമ്മെ അറിയുന്ന, നമ്മുടെ വിഷയങ്ങൾ അറിയുന്ന, നമ്മുടെ ഹൃദയം അറിയുന്ന, നമ്മുടെ വേദനകൾ അറിയുന്ന, നമ്മുടെ ചിന്തകൾ അറിയുന്ന, നമ്മുടെ വിചാരങ്ങളെ അറിയുന്ന ഒരു നല്ല ഇടയൻ, നല്ലൊരു ഇടയൻ നമുക്കുണ്ട്. പ്രൈസ് ഗോഡ്. ഇനി നാം പേടിക്കുകയില്ല, ഭയപ്പെടുകയില്ല. കഴിഞ്ഞ നാളുകളിൽ ഭയപ്പെട്ടെങ്കിൽ, ഭ്രമിച്ചു പോയെങ്കിൽ, ചിതറി ഓടേണ്ട അവസ്ഥകൾ ജീവിതത്തിൽ വന്നെങ്കിൽ, ഇനി യേശു നായകനായ ഇടയനായ നമ്മുടെ ജീവിതത്തിൽ ഇനിയും പേടിക്കുവാൻ വകയില്ല. എന്നെ കേൾക്കുന്ന ദൈവജനമേ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇതുവരെയും യേശുവിനെ എന്റെ ജീവിതത്തിൽ ഇടയനായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുമ്പോൾ, എന്നെ ഈ വചനങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ, നല്ല ഇടയനായ ഈ യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളുവാൻ നിങ്ങൾ തയ്യാറാകുമോ? സങ്കീർത്തനങ്ങൾ 23-ാം അധ്യായം അതിന് 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. യഹോവ ഇടയനായിരിക്കുന്ന ജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശ്രേഷ്ഠ ഇടയനായ യഹോവയായ ദൈവത്തെ, യേശു കർത്താവിനെ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഇടയനായി സ്വീകരിക്കുവാൻ, അംഗീകരിക്കുവാൻ തയ്യാറായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്ല, ഇതുവരെ എന്റെ ജീവിതത്തിൽ ഈ നല്ല ഇടയനെ യേശുവിനെ ഹൃദയത്തിൽ ഞാൻ സ്വീകരിച്ചിട്ടില്ല. ഇനി ഞാൻ എന്റെ ഹൃദയത്തിൽ ഈ യേശുവിനെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക. നിന്റെ ഹൃദയത്തിലേക്ക് ഈ യേശുവിനെ, ഈ നല്ല ഇടയനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. ഈ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. ഈ കർത്താവിന് വേണ്ടി ജീവിക്കാം, ഈ കർത്താവിനെ ആരാധിക്കാം, ഈ കർത്താവിന്റെ ജീവിതം കർത്താവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചുകൊണ്ട് വരുന്ന നാളുകൾ കർത്താവിന് വേണ്ടി നിൽക്കാം. ദൈവം എല്ലാവരെയും വചനങ്ങളാൽ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.